നിങ്ങളുടെ കുഞ്ഞിൻ്റെ പഠനത്തിലും പരീക്ഷയിലും റിസൾട്ടിലും മാർക്കിലുമൊക്കെ അതീവ തൽപരരായ രക്ഷിതാക്കളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ പേര് മുഷ്താഖ് അലി. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കുഞ്ഞിൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും ഗൈഡുകളും ട്യൂഷൻ നൽകലും ആപ്പുകൾ വാങ്ങി നൽകലും ഒക്കെ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾ പലപ്പോഴും പരീക്ഷാ ഹാളിൽ ഒന്നും എഴുതാൻ കഴിയാതെ, പരീക്ഷയ്ക്ക് വേണ്ടത്ര പ്രിപ്പയർ ചെയ്തിട്ടും പേപ്പറിലേക്കൊന്നും പകർത്താൻ കഴിയാതെ വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇതിൽ റിസൾട്ട് വരുമ്പോൾ കുട്ടികളെ ശകാരിക്കലും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യലും ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇത്തരം പുസ്തകങ്ങളും ഗൈഡുകളും ഒക്കെ വാങ്ങി നൽകുന്നതോടൊപ്പം ഇങ്ങനെ പഠന പിന്നോക്കാവസ്ഥ വരുന്ന കുട്ടികളിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു പരിശോധനയാണ് കുട്ടികളുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അഥവാ അയണിൻ്റെ അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ്. ഹീമോഗ്ലോബിൻ്റെ അളവും കുട്ടികളുടെ പഠനവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ വിവിധ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ബ്രെയിനിലാണ്. ഓർമ്മ, ശ്രദ്ധ, പ്രോബ്ലം സോൾവിങ് എന്നീ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബ്രെയിനിലാണ്. ഈ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നത് ഒരു രാസവസ്തുവാണ്. നമ്മുടെ നാഡികളിൽ നിന്നും നാഡികളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിനാണ് തലച്ചോറിലേക്ക് അങ്ങോട്ടും തലച്ചോറിൽ നിന്ന് ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ഈ സന്ദേശ കൈമാറ്റം തടസ്സപ്പെടുന്നു. അങ്ങനെ ബ്രെയിനിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു, പരീക്ഷയിൽ മാർക്ക് കുറയുന്നു, പഠിച്ചത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിർബന്ധമായും നിങ്ങളുടെ കുട്ടിയുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. എത്രയാണ് ഒരു കുട്ടിക്ക് ഹീമോഗ്ലോബിൻ ആവശ്യമായ അളവ്? കൗമാരക്കാരിൽ ആൺകുട്ടികൾക്ക് 13 ഗ്രാം മുതൽ 16 ഗ്രാം വരെയും പെൺകുട്ടികളിൽ 12 ഗ്രാം മുതൽ 16 ഗ്രാം വരെയുമാണ് വേണ്ടുന്ന അളവ്. ഇത് 5 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ലിംഗഭേദമില്ലാതെ 11.5 ഗ്രാം മുതൽ 15.5 ഗ്രാം വരെയാണ് ഇതിൻ്റെ വേണ്ടതായ അളവ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകരാജ്യങ്ങളിൽ ആളുകളുടെ ഇടയിൽ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് ഏറ്റവും കുറവുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ 53% ആളുകളും ശരീരത്തിൽ അയേണിൻ്റെ അളവ് കുറവുള്ളത് വരാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ഫോർട്ടിഫൈഡ് സിറിയൽസ് അഥവാ ശാക്തീകരിച്ച ധാന്യങ്ങൾ എന്ന് പറഞ്ഞ് അരികളൊക്കെ വിതരണം ചെയ്യുന്നത്. ഇനി എവിടെ നിന്നാണ് ഭക്ഷണത്തിൽ ഈ ഹീമോഗ്ലോബിൻ അഥവാ ഇരുമ്പ് നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊന്ന് നോക്കാം. ഒരു കൗമാരപ്രായത്തിലെത്തിയ കുട്ടിക്ക് ഒരു ദിവസം ശരാശരി 2500 കിലോ കാലറി മുതൽ 2800 കിലോ കാലറി വരെ ലഭിക്കുന്ന ഭക്ഷണമാണ് വേണ്ടത്. ഇങ്ങനെ ഓരോ 1000 കിലോ കാലറിക്കും ഓരോ 1000നും 7 ഗ്രാമോളം ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തണമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് സാധാരണ അയൺ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏതാണ്? നോൺ വെജിറ്റേറിയൻകാരെ സംബന്ധിച്ചിടത്തോളം ഇറച്ചി, കോഴിയിറച്ചി, മീൻ, മുട്ടയുടെ മഞ്ഞ, അതേപോലെ തന്നെ ഷെൽഫിഷ് അഥവാ ചെമ്മീൻ, കക്ക ഇറച്ചി എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൂടെയാണ് നോൺ വെജിറ്റേറിയൻകാർക്ക് പ്രോട്ടീൻ കൂടുതൽ ലഭിക്കുന്നത്. എന്നാൽ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ നിന്ന് കൂടുതലും അയൺ ലഭിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്, കശുവണ്ടി പരിപ്പ്, അതേപോലെ തന്നെ ഉണക്കമുന്തിരി, അതേപോലെ തന്നെ ഈത്തപ്പഴം, അതേപോലെ തന്നെ ഓട്സ് എന്നിങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നാണ്. മത്തൻ വിത്ത് അയണിൻ്റെ ഒരു നല്ല സോഴ്സാണ്. എന്നിങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നാണ്
വെജിറ്റേറിയൻകാർക്ക് ഇത് ധാരാളമായി ലഭിക്കുന്നത്. ചില ഭക്ഷണ വസ്തുക്കൾ ശരീരത്തിൽ നിന്ന് ഇരുമ്പിൻ്റെ ആഗിരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമുണ്ട്. ചില ഭക്ഷണ വസ്തുക്കൾ ഇരുമ്പിൻ്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്നതുമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പിൻ്റെ ആഗിരണം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് വിറ്റമിൻ സി കൂടുതലുള്ള പഴങ്ങളാണ്. നമ്മൾക്ക് കിട്ടുന്ന പഴങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് പേരയ്ക്കയിലാണ്. പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ, മാങ്ങ, ഓറഞ്ച്, അതേപോലെ ചെറുനാരങ്ങ, ഇതിലൊക്കെ ധാരാളം വിറ്റാമിൻ സി ഉണ്ട്. അതേസമയത്ത് ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചായ, കാപ്പി, ഉയർന്ന അളവിൽ കാൽഷ്യം, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഇരുമ്പിൻ്റെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുന്ന വസ്തുതകൾ കൂടിയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾ കാഷ്യൂനട്ട് നൽകുന്നതോടൊപ്പം ഒരു ഗ്ലാസ് കാപ്പിയോ ഒരു ഗ്ലാസ് ചായയോ കൊടുക്കുമ്പോൾ ഈ കാഷ്യൂനട്ടിലുള്ള ഇരുമ്പിൻ്റെ ആഗിരണം യഥാർത്ഥത്തിൽ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെജിറ്റേറിയൻകാർക്ക് നല്ല ഒരു ഇരുമ്പിൻ്റെ സോഴ്സാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ അഥവാ ഇലക്കറികൾ. ബ്രോക്കോളി, സ്പിനാഷ് പോലെയൊക്കെയുള്ള ഈ ഇലക്കറികൾ ഇതിൻ്റെ ഒരു നല്ല സോഴ്സാണ്. എന്നാൽ ഉയർന്ന അളവിൽ ശരീരത്തിൽ കാൽഷ്യം നിൽക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ആഗിരണം തടസ്സപ്പെടുത്തും. ആയതിനാൽ ഇത്തരം പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത് കൂടിയ അളവിൽ തൈര് കഴിച്ചാൽ ശരീരത്തിലേക്ക് ഇരുമ്പിൻ്റെ ആഗിരണം കുറയും എന്നുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആധുനിക കാലഘട്ടത്തിൽ പഠനത്തിൽ മുന്നേറാൻ പഠന സാമഗ്രികളോടൊപ്പം കുട്ടികൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്നുള്ള ഒരു സങ്കല്പം കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണ രീതികളെല്ലാം പലതും മാറിപ്പോയപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, വാട്ടർ, ഇത്രയും ഘടകങ്ങൾ സമീകൃതമായല്ലാതെ ചെല്ലുന്നത് കൊണ്ട് പലപ്പോഴും ഈ മിനറൽസിൻ്റെ പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ കുറവ് ശരീരത്തിൽ കാണുന്നു. എന്തൊക്കെയാണ് ശരീരത്തിൽ അയേണിൻ്റെ കുറവ് ഉണ്ടാകുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അമിതമായ ക്ഷീണം, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കൽ, അതേപോലെ തന്നെ കണ്ണിലും തൊലിയിലുമൊക്കെ വിളറിയ നിറങ്ങൾ, നഖം പെട്ടെന്ന് പൊട്ടൽ, അതേപോലെ തന്നെ അമിതമായ മുടി കൊഴിച്ചിൽ, ഇതെല്ലാം ഹീമോഗ്ലോബിൻ്റെ കുറവിനെ കാണിക്കുന്ന സംഗതികളാണ്. ചെറിയ കുട്ടികളിൽ മണ്ണ് വാരിത്തിന്നൽ, അതേപോലെ തന്നെ അരി വാരിത്തിന്നൽ, അതേപോലെ തന്നെ ചോക്ക് കഷ്ണം തിന്നൽ എന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു അയൺ ഡെഫിഷ്യൻസി അഥവാ ഹീമോഗ്ലോബിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ 100 രൂപയുടെ താഴെ മാത്രമേ ചിലവ് വരികയുള്ളൂ. അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കുറിപ്പടി ആവശ്യമില്ലെങ്കിൽ, പക്ഷേ അയണിൻ്റെ കുറവുണ്ട് എന്ന് കണ്ടാൽ നിർബന്ധമായും ഒരു ഡോക്ടറെ സമീപിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കാവൂ എന്നതുകൂടി ഓർക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അളവ് കൂടിപ്പോയാലും അത് വലിയ ദോഷങ്ങളുണ്ടാക്കും. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ അവ തകരാറിലാക്കും. അതുകൊണ്ട് അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അതെടുക്കാവൂ. അനാവശ്യമായി അയൺ സപ്ലിമെൻ്റ് മാർക്കറ്റിൽ നിന്നും വാങ്ങി ടോണിക്കുകളോ ഗുളികകളോ ആയ രൂപത്തിൽ കഴിക്കുന്നതും നല്ലതല്ല. അപ്പോൾ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാസേജ് തടസ്സപ്പെടുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ, അതേപോലെ ഓർമ്മ, അതേപോലെ പ്രോബ്ലം സോൾവിങ്, അതേപോലെ ഫോക്കസ് ചെയ്യാൻ കഴിയാതിരിക്കുക, ഇതിനെയൊക്കെ അത് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് യഥാർത്ഥ അളവിൽ ഹീമോഗ്ലോബിൻ നമ്മുടെ കുട്ടികളുടെ രക്തത്തിലുണ്ടെന്ന് ഉറപ്പാക്കുക. അത് അവരുടെ പഠനത്തെ തീർച്ചയായും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് വീണ്ടും പറയുന്നു. ഏതായാലും ഒരു പുതിയ അക്കാഡമിക് ഇയർ, ഒരു അക്കാദമിക വർഷം തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ
കുട്ടികളുടെ പഠനത്തിന് ഉതകുന്ന സഹായിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും കുട്ടികളുടെ പഠന രീതികളെക്കുറിച്ചും അവരുടെ തെറ്റായ പഠന രീതികളെക്കുറിച്ചും പഠന സമയത്തെക്കുറിച്ചും അതേപോലെ ഓർമ്മ, അറ്റൻഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ മൈൻഡ് കോണ്ടൂർസ് എന്ന എൻ്റെ ഈ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.